ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ഒരു നോമ്പ് കാലം നമ്മുടെ മുൻപിൽ ആഗതമായിരിക്കുകയാണ്. ക്രിസ്തയേശുവിൻ്റെ ക്രൂശ് മരണത്തെയും പുനരുത്ഥാനത്തെയും ഓർക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരവസരം. അല്പസമയം നമുക്ക് ചിന്തിക്കാം വിമോചനം എന്ന വിഷയത്തെക്കുറിച്ച്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകം 37 അധ്യായം 1 മുതൽ 14 വരെ. കുറിവാക്യം സങ്കീർത്തനങ്ങൾ 34 4 വാക്യം. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു. വേദപുസ്തക കാഴ്ചപ്പാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിമോചനം. 430 വർഷം മിസ്രൈം അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനം ദൈവത്തോട് വിമോചനത്തിനായി നിലവിളിച്ചു. ദൈവം ഒരു വിമോചകനെ അവർക്കായി അയച്ചു. ഇസ്രായേൽ ജനം മോചിക്കപ്പെട്ടതായി നാം മനസ്സിലാക്കുന്നു. പ്രിയരെ, നമ്മുടെ തകർച്ചകൾ വിമോചനത്തിലേക്കുള്ള ചവിട്ടുപടിയാണ്. ഒരു വഴി അടയുമ്പോൾ മറ്റു പല വഴികൾ ദൈവം തുറന്നു വെച്ചിട്ടുണ്ട്. അടഞ്ഞ വാതിൽ മാത്രം നോക്കിയിരിക്കുമ്പോൾ തുറന്നു കിടക്കുന്ന ധാരാളം സാധ്യതകൾ കാണാൻ കഴിയില്ല. ഇന്നത്തെ വേദഭാഗത്തിലെ അസ്ഥികൾ നിറഞ്ഞ താഴ്വരയിൽ ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന ചോദ്യത്തിൽ അസാധ്യങ്ങൾ സാധ്യമാക്കുന്ന അനുഭവമാണ് വിമോചനമെന്ന് നമുക്ക് മനസ്സിലാക്കാം. വിമോചനം ഒരു പ്രതീക്ഷയായി മാറണം. ഏത് തകർച്ചയിൽ നിന്നും ദൈവത്തിന് നമ്മെ മോചിക്കാൻ കഴിയും എന്ന് നാം ഉറച്ചു വിശ്വസിക്കണം. വിമോചനത്തിൻ്റെ പൂർണ്ണത നമുക്ക് ക്രിസ്തുവിൽ കാണുവാൻ കഴിയും. ക്രിസ്തു എത്തിയെടുത്തെല്ലാം വിമോചനത്തിൻ്റെ ശബ്ദമുണ്ടായിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ മോചിപ്പിച്ചു. അത് വിടുതലിൻ്റെ മഹനീയ അനുഭവമാണ്. പ്രിയരെ, ഈ നോമ്പ് നാളുകൾ ഒരു വിമോചന അനുഭവം നമ്മളിൽ സാധ്യമാകട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥനയോടെ മുന്നേറാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.